നിങ്ങൾ ഈ ഒരു കാഴ്ച കണ്ടോ? നല്ല ഭംഗിയുള്ള ചെറിയൊരു തടാകം പോലെ കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളമാണ്. അവിടെ കണ്ടില്ലേ താറാവ് വെള്ളം കുടിക്കുന്നുണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ ആസാമിലെ റാംപൂർ എന്ന് പറഞ്ഞ വില്ലേജാണ്. ഈ ഒരു വില്ലേജിലൂടെ സൈക്കിളെടുത്ത് ഞാനിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഈ ഒരു വില്ലേജിൽ ഇതുപോലത്തെ കുറച്ച് വലിയൊരു കട കണ്ടത്. അല്ലാത്തൊക്കെ ചെറിയ ചെറിയ പെട്ടിക്കടകളാണ്. ഇവർ മാർക്കറ്റിൽ നിന്ന് സാധനം കൊടുന്നിട്ട് അവിടെ കുറച്ച് ബൾക്കായിട്ട് കൊണ്ടുവന്നിട്ട് വിൽക്കുകയാണ്. കണ്ടോ ഇതേപോലത്തെ ചെറിയ ചെറിയ ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ. ഉണ്ടല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇതാ ആ റോട്ടിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര റിവർ കിട്ടും. അവിടെ പോയിട്ടൊന്ന് കാണാം. പെട്ടെന്ന് പോകണ്ട, അല്ലെങ്കിൽ ഇരുട്ടാവും. കാരണം തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട്. ഈ ഒരു കാഴ്ച നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവർ കൗടങ്ങ് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കണ്ടില്ല, ഈ കൃഷിസ്ഥലത്ത് ഇവർ കൃഷി ചെയ്യുന്ന സമയത്ത് അത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു കൂടാറുണ്ടോ. സത്യം പറഞ്ഞാൽ പഴയ കാലത്തെ ഒരു സെറ്റപ്പ് തന്നെ ഉണ്ടോ ഈ ഒരു വില്ലേജിലുള്ള. എന്തായാലും മുന്നോട്ടേക്ക് പോയി നോക്കാം. കണ്ടില്ലേ, റിക്ഷകളാണ് ഇവിടുത്തെ ആളുകൾ ഈ വില്ലേജിലേക്ക് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. 30-20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ വില്ലേജിലേക്ക് വരാം. സിംഗിളായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 100 സംതിങ്ങോ അല്ലെങ്കിൽ 100ൻ്റെ മുകളിലൊക്കെ കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ അവിടെ കണ്ടോ നല്ല തോണി കണ്ടില്ലേ, ഈ ഒരു തോണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും റിവറൊന്നും അല്ല, ഞാൻ കണ്ടോ മീൻ പടക്കുന്ന മീനുണ്ടാവും കേട്ടോ. ഇവരവരുടെ വീട്ടിൽ ഇവിടുന്ന് കൃഷി ചെയ്യുന്ന ഈ മീനില്ല, ഈ മീനിനാണ് അവർ ഉപയോഗിക്കുന്ന മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ജീവനോടുക്ക് തന്നെയാണ് ഇവർ മാർക്കറ്റിൽ വിൽക്കുന്നത്. ഇവിടുത്തെ ആളുകൾ ഉപയോഗിക്കുന്നതാ ഇതുപോലത്തെ സൈക്കിളുണ്ടോ. എന്തായാലും നേരെ അതാണ് ഫാർമസി സെറ്റപ്പ് ഉണ്ടോ. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഒന്നുമില്ല കേട്ടോ. ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പിലുള്ള ആളുകൾ തന്നെയാണ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ട് രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നത് കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഷോപ്പ്. വേറെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ ഉണ്ട്. എന്തായാലും പോയി നോക്കാം മുന്നോട്ടേക്ക്. നല്ല കാഴ്ചകൾ കണ്ട് നമുക്ക് നീങ്ങാം കേട്ടോ.